തയമ്മും ചെയ്യേണ്ടത് രണ്ട് സന്ദർഭത്തിലാണ്. ഒന്ന്, നമുക്ക് വെള്ളം ഉണ്ടാവും പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായ രോഗങ്ങളോ മറ്റോ നമുക്കുണ്ടാകും, അവിടെ തയമ്മും ചെയ്യാവുന്നതാണ്. രണ്ട്, നമുക്ക് രോഗങ്ങളൊന്നുമില്ല പക്ഷെ ഉപയോഗിക്കാൻ വെള്ളം ഇല്ല, നമ്മൾ അന്വേഷിച്ചു, ചുറ്റുപാടും അന്വേഷിച്ചു, എവിടെയും നമുക്ക് വെള്ളം കിട്ടാനില്ല, യാത്രയിലൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ നമുക്ക് തയമ്മും ചെയ്യാം. തയമ്മും ചെയ്യണമെങ്കിൽ ശുദ്ധമായ മണ്ണിൽ നമ്മൾ രണ്ട് കൈകളും അടിക്കുക, എന്നിട്ട് അങ്ങനെ മുഖം മുഴുവനായിട്ട് തടവുക. അതുപോലെ തന്നെ രണ്ട് കൈകളും അതിൻ്റെ പുറം ഭാഗം തടവുക. കാരണം ഉൾഭാഗം നമ്മൾ മണ്ണിലേക്ക് തട്ടിക്കഴിഞ്ഞു, പുറം ഭാഗം രണ്ട് കൈകളും മുൻകൈ മാത്രം തടവുക. ഇതോടുകൂടി തയമ്മും കഴിഞ്ഞു. നമ്മൾ ചെറിയ അശുദ്ധിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ നിയ്യത്തിൽ ചെയ്താൽ നമുക്ക് നിസ്കരിക്കാം, ഒക്കെ ചെയ്യാം. ഇനി വലിയ ശുദ്ധി സംഭവിച്ച ആളുകൾക്ക് പോലും വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ നിയ്യത്തിൽ തയമ്മും ചെയ്താൽ നമുക്ക് വലിയ ശുദ്ധിക്കും അത് മതിയായതാണ്, അവർക്ക് നിസ്കരിക്കാം, ഒക്കെ അതുകൊണ്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ വെള്ളം ഇല്ലാത്ത അവസരത്തിൽ മാത്രമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം.